Watch full episodes on Jio Hotstar. മാച്ച് ഇതാ സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. രണ്ട് കണ്ടസ്റ്റന്റ്സും വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആര് ജയിക്കുമെന്ന് ആർക്കും അറിയില്ല. ഒരു സൂപ്പർ പഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. കലക്കി. രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. തുടർന്ന് അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടി. എന്റെ നെക്സ്റ്റ് ഫൈറ്റിനുള്ള ഫൈറ്റേഴ്സ് ഇതാ കിട്ടിക്കഴിഞ്ഞു. നാഗേഷ്, അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ലാപ്ടോപ്പിൽ നോക്കുന്നത്? നിങ്ങൾ പുതിയ ഫൈറ്റേഴ്സിനെ കണ്ടുപിടിച്ചോ? ഇത്രയും ചെറുക്കുന്നുണ്ടല്ലോ. ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ഷോമാൻ. ഇപ്പോഴൊക്കെ ഷോമാന്റെ ഷോയിൽ കൂട്ടം കുറഞ്ഞു വരികയാണ്. കണ്ടില്ലേ, വളരെ കുറച്ചു പേരാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ പോയാൽ നമ്മളെല്ലാം വാരി ചുരുട്ടി ഇവിടെ ഇറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇന്റർനെറ്റിൽ വളരെ വ്യത്യസ്തമായ ഫൈറ്റേഴ്സിനെ തേടുകയായിരുന്നു. അവരുടെ ഫൈറ്റിൽ ഒരു പുതുമയുണ്ടാകും. അത് കണ്ട് ജനങ്ങൾ രസിക്കണം. അങ്ങനത്തെ ഫൈറ്റേഴ്സ് എനിക്കിതാ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ലോകത്ത് 2 മാജിക് സിറ്റീസ് ഉണ്ട്. സൺ സിറ്റിയും കാൽ സിറ്റിയും. അവിടെ ഉള്ളവർക്ക് മാജിക് അറിയാം. 2 നാടിന്റെയും കിങ്സ് വളരെ വലിയ മജീഷ്യൻസ് ആണ്. അവര് നമുക്ക് വേണ്ടി അടിപിടി കൂടും. നിങ്ങൾ പറഞ്ഞത് കേട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യും? അവരുടെ മുമ്പ് നിങ്ങൾക്ക് വാല്യൂ ഒന്നുമില്ല. പാമ്പ് കടിച്ചാൽ അതിന്റെ വിഷം മുറിക്കാൻ മരുന്നുണ്ട്. പക്ഷെ നാഗേഷിന്റെ ട്രാപ്പിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ എന്റെ കളി തുടങ്ങുകയാണ്. നീ കണ്ടുകൊണ്ടിരിക്കും. നാഗേഷ് സാർ, സമീറ മാഡം, നിങ്ങൾ ഒരുപാട് ദൂരത്ത് നിന്നും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതിന് വളരെ നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് ഇന്റർവ്യൂ ഒന്നും ഇഷ്ടമല്ല. മറുനാടൻ നാടുകൾക്ക് ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങളിത് എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ സിറ്റിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു ആപത്തും ഉണ്ടാകരുത്. മറുനാടൻ ആളുകൾക്ക് ഞങ്ങളെക്കുറിച്ച് മനസ്സിലായാൽ പിന്നെ അവരെല്ലാം ഇങ്ങോട്ട് വരാൻ ശ്രമിക്കും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. ഗസ്റ്റിനെ സ്വീകരിക്കാൻ ഞാനിത് എത്തി കഴിഞ്ഞു. സാറേ, ജ്യൂസ് എടുത്ത് കുടിച്ചോളൂ. പക്ഷേ നിങ്ങൾ എല്ലാവരും മജീഷ്യൻസ് ആണ്. നിങ്ങൾ എന്തിനാ പിന്നെ മറ്റുള്ളവരെ കണ്ട് പേടിക്കുന്നത്? പ്രശ്നം പേടിയല്ല. ഞങ്ങൾക്ക് മാജിക് അറിയാം. പക്ഷേ ഞങ്ങളും നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ്, സാധാരണ മനുഷ്യർ. ഞങ്ങളും നിങ്ങളെപ്പോലെ ആഹാരം കഴിക്കുന്നു, എഴുന്നേൽക്കുന്നു, ഉറങ്ങുന്നു. ഞങ്ങൾക്കും സന്തോഷങ്ങളും വേദനകളുമുണ്ട്. എല്ലാം ഞങ്ങളും അനുഭവിക്കുന്നു. അത് കലക്കി സർ. എല്ലാ രീതിയിലും നിങ്ങൾ ഞങ്ങളെപ്പോലെ തന്നെയാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് നിങ്ങൾ ഞങ്ങളെപ്പോലെ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. ഞാനത് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ കാര്യത്തിൽ വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് എനിക്കറിയണം. എന്താ ഇത്? എന്താ ഇത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പറയ്, അല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. പെണ്ണുങ്ങളുടെ നേർക്ക് ഞാൻ കൈ നീട്ടാറില്ല. ആദ്യം വഴി മാറി നിൽക്ക്. അല്ലെങ്കിൽ പിന്നെ പാമ്പിന്റെ വിഷം മുറിക്കാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നാഗേഷിന്റെ ട്രാപ്പിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. താങ്ക് യു സെറീന. ഇയാൾ ഇനി അടുത്ത 24 മണിക്കൂർ വരെ ഉറങ്ങിക്കൊണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് ഇയാളെയും കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അടുത്തതായി എനിക്ക് ഷാക്കാലിനെ ഒന്ന് കാണണം. അവര് അപ്പൂപ്പനെയും കൊണ്ടൊക്കെ പോയി. രുദ്ര ഫ്ലൈയിങ് സ്കേറ്റ് ബോർഡ് കളിക്കാൻ പോയിരിക്കുക. നമുക്ക് പോയി ചെന്ന് അവനോട് കാര്യങ്ങൾ പറയാം. അവരിപ്പോ ഷാക്കാലിനെ കാണാനാ പോയിരിക്കുന്നേ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് രുദ്രന്റെ അടുത്ത് കൊണ്ടുപോകും. ആരും കണ്ടെത്താൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇയാളെ കൊണ്ടുചെല്ല്. ആരും ഇവിടെ വന്ന് മാജിക് ചെയ്ത് ഇയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്. ഞാൻ ചെന്ന് ഷാക്കാലിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ജയസിംഗിന്റെ ഗ്രാൻഡ് സൺ രുദ്രയെയും എനിക്കൊന്ന് കാണണം.
ജയ്സിംഗ് ചൗഹാൻ നിന്റെ കസ്റ്റഡിയിലാണെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. എനിക്ക് വിശ്വാസമാവുന്നില്ല. എന്റെ മുത്തശ്ശൻ എവിടെയുള്ളത്? പറയേ, എന്റെ മുത്തശ്ശൻ എവിടെയാ? ഓ രുദ്ര, നീയും എത്തിയോ? അതേതായാലും നന്നായി. ഞാൻ ഷാക്കാലിനെ കണ്ടു കഴിഞ്ഞിട്ട് നിന്നെ കാണാൻ വരണമെന്ന് വിചാരിച്ചിരുന്നതാ. ഞാനൊരു ഷോമാൻ ആണ്, വലിയ രീതിയിൽ ഫൈറ്റ് ഷോ ചെയ്യുന്നവനാണ്. എന്റെ ഷോയിൽ നിങ്ങൾ രണ്ടാളും വന്ന് ഫൈറ്റ് ചെയ്യണം. ആര് ജയിക്കുന്നുവോ അവർക്ക് ഞാൻ ജയ്സിംഗ് ചൗഹാനെ വിട്ടു തന്നേക്കാം. ഓ, അങ്ങനെ നടക്കില്ല. എന്റെ മുത്തശ്ശൻ എവിടെയാണ്? പറയാ, പറയാ. മുത്തശ്ശൻ എവിടെയാ? നിന്റെ അപ്പൂപ്പിനെ പിടിച്ചു കൊണ്ടുപോയത് ഞാനല്ല. എന്നെ എന്തിനാ ഇങ്ങനെ ഓടിച്ചിട്ട് കളിപ്പിക്കുന്നത്? എന്റെ മുത്തശ്ശൻ എവിടെയാണെന്ന് പറയാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. അയാളിപ്പോ എവിടെ ഉണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. എന്താ? അയാൾ എവിടെ ദൂരത്തേക്ക് കൊണ്ടുപോയിരിക്ക. അവിടെ ആരുടെ മാജിക് പവറും വർക്കൗട്ട് ആവില്ല. ആ സ്ഥലം എവിടെയാ ഉള്ളതെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം നിങ്ങൾക്ക് മാജിക് പവർ യൂസ് ചെയ്തത് കണ്ടെത്താൻ പറ്റില്ല. വേഗം പറ, എന്റെ മുത്തശ്ശനെ എവിടെയാ വെച്ചിരിക്കുന്നത്? ഞാൻ പറയുന്ന സത്യമാണ്, എനിക്കതൊന്നും അറിയില്ല. ഇവൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല. ജയ്സിംഗ് ചൗഹാൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ സൺ സിറ്റി എനിക്ക് സ്വന്തമാകാൻ പോവുകയാണ്. എനിക്ക് നിന്റെ ഷോയിൽ വന്ന് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങൾ പറയാറുണ്ട് പാമ്പ് കടിച്ചാൽ വിഷം മുറിക്കാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന്. പക്ഷെ നാഗേഷിന്റെ ട്രാപ്പിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളിപ്പോ അത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്യേണ്ടി വരും. പിന്നെ സൺ സിറ്റി സ്വന്തമാക്കണമെന്ന് നിങ്ങൾ കണ്ട ആ സ്വപ്നം ഒരിക്കലും പൂർണ്ണമാവില്ല. ഇല്ല, നിൽക്ക. ഞാൻ രുദ്രയുമായി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവന് തോൽപ്പിക്കുക എന്നത് എനിക്ക് ഈസിയായ ഒരു കാര്യമാണ്. പിന്നെ നീ എനിക്ക് വാക്ക് തരണം. അതിനുശേഷം ആ ജയ്സിംഗ് ചൗഹാനെ ഒരിക്കലും വിട്ടയക്കുകയില്ല എന്ന്. തീർച്ചയായിട്ടും ഷാക്കാൽ, നിനക്കിതാ ഞാൻ വാക്ക് തരുന്നു. ആര് ജയിക്കുന്നുവോ ഞാൻ അവർക്ക് ജയ്സിംഗിനെ വിട്ടു തന്നേക്കാം. പറയൂ രുദ്ര, എന്താ നിന്റെ തീരുമാനം? എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നല്ലോണം ആലോചിച്ചോളൂ. പാമ്പ് കടിച്ചാൽ വിഷം മുറിക്കാൻ മരുന്നുണ്ട്. പക്ഷെ നാഗേഷിന്റെ ട്രാപ്പിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഇന്നത്തെ മാച്ച് അടിപൊളിയായിരിക്കും. അല്ല, ഇത് വലിയ പ്രശ്നമായല്ലോ. നമ്മുടെ രുദ്ര ആ നാഗേഷിന്റെ കയ്യിൽ കുടുങ്ങി പോയല്ലോ. നമ്മളിപ്പോ വിചാരിച്ച പോലെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നത്. മുത്തശ്ശനെ രക്ഷിക്കാൻ വേണ്ടി രുദ്ര ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനാണ് നാഗേഷ്, ദ ഗ്രേറ്റ് ഷോമാൻ ഓഫ് ദ ഇയർ. ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നമ്മുടെ മുൻപിൽ 2 കണ്ടസ്റ്റൻസ് ഉണ്ട്. രണ്ടുപേരും മാജിക് വേൾഡിൽ നിന്നും വന്നവരാണ്. ശത്രുക്കളെ എടുത്തിട്ട് പന്താടുന്നവരാണ് രണ്ടുപേരും. അവന്റെ പേര് പറഞ്ഞാൽ ആരും ഞെട്ടും. അവന്റെ പേരാണ് ഷാഖാർ. അതെ, ഇതാ വരുന്നു ഷാഖാർ. അടുത്തതായി വരാൻ പോകുന്നത് നമ്മുടെ ഹീറോ ആണ്. പ്രായത്തിൽ വളരെ കുറഞ്ഞവനാണെങ്കിലും നമ്മുടെ ഹീറോ മാജിക്കിന്റെ കാര്യത്തിൽ കിങ് ആണ്. അതെ, സൺ സിറ്റിയുടെ രുദ്ര. മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾ കാത്തിരുന്ന സമയം ഇതാ എത്തിക്കഴിഞ്ഞു. ലെറ്റ് us start the fight. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷാക്കാൽ. ഇന്ന് രുദ്ര നിന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമായിരിക്കും. ഷാഖാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. അകീറ, സകീറ, ഫയർബോൾ ഷൂ.
ഇബൈസ്ക സിബൈസ്ക വാട്ടർ ബോൾ ഗോ ചന്തർ മന്തർ കാലിക്കലന്തർ വാട്ടർ ബോൾ ആ വാട്ടർ ബോൾ എവിടേക്കാ പോയത് നിന്റെ വാട്ടർ ബോൾ എവിടെയാ എവിടേക്കാ പോയത് വീണ്ടും തുടങ്ങിയ അകീറ സകീറ മാജിക്കൽ സ്വാഡ് ക്രിയേറ്റർ. ഇതുവരെ ഞാൻ നടത്തിയ ഫൈറ്റ് ഷോയിൽ പബ്ലിക് ഇത്രയ്ക്കൊരു ഇൻട്രസ്റ്റും ഭ്രാന്തും കാണിച്ചിട്ടില്ല. കൊള്ളാം, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബോസ്, ഇന്നത്തേക്കൊക്കെ നാളേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് നിങ്ങൾ ജയ്സിങ്ങിനെ അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ? ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ അയാളെ അത്ര പെട്ടെന്ന് ഇവിടുന്ന് വിട്ടയക്കില്ല. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ഞാൻ കളക്ട് ചെയ്യണം. അതുവരെ ഞാൻ ഇവരെ ആരെയും വിടില്ല. Şakal! İbayska zıbayska bum çık çık bum! Rudra! 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 എന്റെ ദൈവമേ, ഞാൻ കുടുങ്ങിപ്പോയില്ല. ഇനിയിപ്പോ എന്തെയും ദൈവമേ, തല കറങ്ങുന്നു. രുദ്ര ഒന്ന് രക്ഷിക്കേ. കൂട്ടുകാരെ, ഇന്നത്തെ ടൈം ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. ഫൈറ്റ് സമമായിരിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ കാണാം ഇതേ സമയം ഇതേ സ്ഥലത്ത്. ബിഗിനിങ് തന്നെ ഇത്രയ്ക്ക് അടിപൊളിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫിനാലെ എങ്ങനെയായിരിക്കും. രുദ്ര ആൻഡ് ഷക്കാളിന്റെ ഫൈറ്റ് നാളെയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇത് cheating ആണ്. This is not well. ഈ ഫൈറ്റ് അടിപൊളിയായിരുന്നു. ഇതെന്താ? ഇത് നിന്റെ ഫൈറ്റ് അല്ലേ? ഞാൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓരോ മനുഷ്യരുടെ ഫേസും എന്റെ മൈൻഡിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്ക് തീർച്ചയായിട്ടും എന്റെ മുത്തശ്ശനെ കുറിച്ച് അറിയും. ഫ്രീസ്. ഇവളെ എനിക്കറിയാലോ. ഞാൻ ഇവളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. നല്ലോണം ആലോചിക്കുക, എവിടെയാ കണ്ടത്? പച്ചക്കറി വിറ്റവളാണോ? അല്ലല്ലല്ലല്ല. എന്നാ പിന്നെ ധോബിയാണോ? അല്ലല്ലല്ലല്ല. ഓ, ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ക്ലീനിങ് ലേഡിയാണോ? അല്ലല്ലോ. ഓ
ചേടാ എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ലല്ലോ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. കിട്ടിപ്പോയി. എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെ വെച്ചാ കണ്ടേന്ന് ഓർമ്മയില്ല. ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും മുത്തശ്ശനെ കുറിച്ച് അവർക്ക് അറിയാമെന്നാ എനിക്ക് തോന്നുന്നത്. അവള് ഫേസ് കണ്ടില്ലേ, അതിൽ ഒരു എക്സൈറ്റ്മെന്റും ഇല്ല, എക്സ്പ്രഷനും ഇല്ല. അവൾ എന്തോ ഒരു കാര്യം ആലോചിക്കാണ്. അവള് കണ്ടിട്ട് നോർമൽ ഓഡിയൻസ് പോലെ തോന്നുന്നില്ല. അവൾ മുഖത്ത് മാസ്ക് പോലും ഇട്ടിട്ടില്ല. എനിക്ക് പിടികിട്ടി. എനിക്ക് ഓർമ്മ വന്നു. എന്തോർമ്മ വന്നു? അത് പിന്നെ ഞാൻ ഇവളെ കാണുന്ന സമയത്തും അപ്പോഴും ഇവള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചേട്ടാ എന്നാലും ഞാൻ ഇവളെ ഇവിടെ കണ്ട്. നാഗേഷ്. യെസ് യെസ് യെസ്, ഇവള് നാഗേഷിന്റെ കൂടെ വന്നവളാണ്. ഞാൻ ഇവൾക്ക് ജ്യൂസും കൊടുത്തതാണ്. അപ്പൊ പിന്നെ ഒരു കാര്യം ഉറപ്പ്, മുത്തശ്ശനുള്ള സ്ഥലം തീർച്ചയായിട്ടും അവൾക്ക് അറിയാം. പക്ഷെ ഇവളെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നാഗേഷ് താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെയായിരിക്കും ഇവളും താമസിക്കുന്നത്. നാളെ രാവിലെ നിങ്ങൾ അവളെ വാച്ച് ചെയ്യ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ക്ലൂ കിട്ടും. വേഗം മേലെ അങ്ങോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോകാം. അത് ശരി. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിന്നെ പോലെ കൊച്ചു കുട്ടികൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മൈരയുടെ പ്രായത്തെയും മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. മൈര രുദ്രയേക്കാളും ഒട്ടും കുറഞ്ഞവളല്ല. ഞാൻ ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാം. അന്തർ മന്തർ ജാതുക്കൽ അന്തർ സ്ലീപ്പർ. സോറി, വേറെന്തെങ്കിലും മാജിക് ചെയ്യാറുണ്ടോ? ഹലോ ഹലോ, എന്താ ഇവള് ഫോൺ എടുക്കാതിരിക്കുന്നത്? ഞാനാണ് മജീഷ്യൻ, ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കോ, ഞാനാണ് ഷക്കാൽ. രുദ്ര, നിന്റെ കാര്യം പോക്ക. അടുത്തത് ജയ്സിംഗ് ചൗഹാന്റെ ചാപ്റ്ററും ഞാൻ ക്ലോസ് ചെയ്യും. നാഗേഷ്, ജയ്സിംഗ് ചൗഹാനെ എനിക്ക് വിട്ടുതരാനുള്ള ഏർപ്പാടുകൾ ചെയ്തു വെക്കുക. ഷക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. സെരീന, നീ എവിടെയാണ്? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു? എന്ത്? ഷാക്കാൽ, നമ്മൾ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോരാടണം. എങ്കിൽ മാത്രമേ നമുക്ക് സാധാരണ മനുഷ്യരുടെ ലോകത്ത് നിന്നും മാറി നിൽക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ ഈ കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇനി അവനെ എനിക്ക് വിട്ടു തന്നേക്ക്. ദൈവം, ഇതെനിക്ക് വിട്ടേക്ക്. നിങ്ങളുടെ പവർ അറിയാതെ ഞാൻ കളിച്ചു പോയി.
ജയ്സിംഗ് പിന്നെ ഷാക്കാൽ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ പന്താടരുത്, വിട്ടേക്ക്. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. ഐ എം സോറി, അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എന്നെ വിട്ടേക്കൂ. ഞാനിതാ എത്തി നാഗേഷ്. ഞാൻ ഈ ട്രോൺ യൂസ് ചെയ്ത് അവരെ തടഞ്ഞു നിർത്താം. നാഗേഷ് പേടിക്കണ്ട. പാമ്പുകടിയുടെ വിഷം മുറിക്കാനുള്ള മരുന്നുണ്ട്. പക്ഷെ നാഗേഷിന്റെ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എവിടെ അവരൊക്കെ? സോറി, ഞങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തു പോയി. ഞങ്ങൾ വിട്ടേക്കൂ. ഇനി ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യില്ല. ഇതിനപ്പുറം ഞങ്ങൾ നിങ്ങളുടെ സിറ്റിയിലേക്ക് ഒരിക്കലും വരില്ല. അതേതായാലും നന്നായി. എങ്കിലും ഒരു കാര്യം ചെയ്യാം, എല്ലാവരെയും വേറെ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചേക്കാം. ഇനി നിങ്ങൾക്ക് ആർക്കും ഞങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടാവില്ല. മെമ്മറി ലിയോ. എല്ലാ കാര്യവും മറന്നേക്ക്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സിറ്റിയിലേക്ക് തിരിച്ചു പോകൂ. എല്ലാവരും തിരിച്ചു പോയിക്കൊള്ളൂ. വരും, നമുക്കും പോകാം. എന്താ സംഭവിച്ചത്? എത്ര ആലോചിച്ചിട്ടും ഓർമ്മ വരുന്നില്ലല്ലോ. ജയ്സിംഗ് ചൗഹാൻ, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അവരെല്ലാ കാര്യവും മറന്നുപോയിരിക്കുന്നു. പക്ഷേ ഇതിലൊരു കാര്യം സത്യമാണ്. ഞാൻ മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കാൻ. ഞാനാണ് ഷകാൽ. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കാൻ. ഞാനാണ് ഷകാൽ. ജയ്സിംഗ് ചൗഹാൻ, ഇനി നിങ്ങൾ രണ്ടുപേരും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി മുതൽ ഈ സൺ സിറ്റി ഭരിക്കാൻ പോകുന്നത് ഈ ഷകാലായിരിക്കും. ഷടാ, നിങ്ങൾ അവിടെയാണോ? അപ്പൊ ഇവിടെയുള്ളത് ആരാ? ഷക്കാൽ, ജനങ്ങൾ ഇവിടുന്ന് പോകുന്നത് നീ നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരു ഡമ്മി ഇമേജ് ക്രിയേറ്റ് ചെയ്തു വെച്ചു. ഞങ്ങളെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ നിന്നെ വിശ്വസിക്കില്ല. വിശ്വാസം എന്ന വാക്കിന് തനിക്ക് അർത്ഥം അറിയില്ല. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടേതായ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു വെച്ചിരുന്നു. ജയ്സിംഗ് ചൗഹാൻ, നിങ്ങൾ എന്നെ പറ്റിച്ചു അല്ലേ? ഇന്ന് പിടിച്ചോ. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് കാണും. പക്ഷേ പക വീട്ടാനായി ഞാൻ ഇനിയും വരും. പകരം ചോദിക്കാതെ നിന്നെ ഞാൻ വിടില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.